ഇടുക്കി കട്ടപ്പന ആറിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരത്തുള്ള മരങ്ങൾ വെട്ടിയത് മൂലം ആറിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നു. പാലങ്ങളുടെ തൂണുകളിൽ അടക്കം മരങ്ങൾ തട്ടി നിൽക്കുന്നത് മൂലം തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കട്ടപ്പന മുതൽ കാഞ്ചിയാർ കാക്കാട്ടുകട വരെയുള്ള ഭാഗത്താണ് കട്ടപ്പനയാറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പാലങ്ങളുടെ നവീകരണം, സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം തുടങ്ങിയവയ്ക്കായി ജലസേചന വകുപ്പ് 36 കോടി രൂപ അനുവദിച്ചിരുന്നു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആറ് കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ മരങ്ങൾ കരാറുകാരൻ വെട്ടിമാറ്റി. ഈ മരങ്ങൾ ആറ്റിലേക്ക് തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. മഴക്കാലം ആരംഭിച്ചിട്ടും ഇതിവിടെ നിന്ന് കരാറുകാരൻ എടുത്തുമാറ്റിയില്ല. ആറ്റിലൂടെയുള്ള വെള്ളമൊഴുക്കിന് ഈ മരങ്ങൾ തടസ്സം സൃഷ്ടിക്കുകയാണ്. മഴ ശക്തമാകുന്നതോടെ ഇത് വെള്ളപ്പൊക്ക സാധ്യതയും ഉണ്ടാക്കുമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ജലസേചന വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പനയാറിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കട്ടപ്പനയാറിൻ്റെ സൈഡിലുള്ള മരങ്ങളെല്ലാം കോൺടാക്ട് വ്യവസ്ഥയിൽ വെട്ടി അത് ആറിൻ്റെ തീരത്തോട്ട് തന്നെ മാറ്റിയിടേണ്ടതിന് പകരം ആറിലോട്ട് തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ്. വൻ മഴകൾ പെയ്യുമ്പോൾ അതുപോലെയുള്ള നമ്മുടെ വീടുകളിലോട്ടും അതുപോലെ കൃഷി സ്ഥലങ്ങളിലോട്ടും ഈ വെള്ളം കയറുന്ന ഒരു സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം അത് മാറ്റിയില്ലെങ്കിൽ വൻ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ വീട്ടിലുള്ള വെള്ളം കയറി വീട്ടിലുള്ള ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ പലതവണ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്ന് കട്ടപ്പന നഗരസഭ വിഷയത്തിൽ ഇടപെടുകയും കരാറുകാരനോട് ഈ മരങ്ങൾ എത്രയും വേഗം എടുത്തുമാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വിവിധ ഭാഗങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.